ഞാന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 1ാം വാർഡ് മെമ്പറാണ് EM നവാസ്. ഈ ഗ്രൗണ്ട് തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ ഈ ഗ്രൗണ്ടില് വർഷങ്ങളായിട്ട് 25 വർഷമായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ്. രാവിലെ ചില സമയങ്ങളിലൊക്കെ നടക്കാൻ വരും. കാലാവസ്ഥക്കനുസരിച്ച് പല സമയങ്ങളും നടക്കാനും കളിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നലെ രാവിലെ നടക്കാവുന്ന സമയത്താണ് ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികളും ഒരുപാട് കവറുകളൊക്കെ അവിടെ അലക്ഷ്യമായി കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇന്നലെ തീരുമാനമെടുത്തു, ഇന്ന് അത് എല്ലാം കളക്ട് ചെയ്യണം, അവിടെ പെറുക്കണം എന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഇന്നലെ 2-3 ദിവസമായിട്ട് ഇവിടെ കേരളോത്സവം നടക്കുകയാണ്, പഞ്ചായത്തിലെ കേരളോത്സവം നടക്കുകയാണ്. ഇന്നലെയാണ് വൈകുന്നേരം ഫുട്ബോൾ മത്സരം അവസാനിച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ പെറുക്കാനുള്ള ഗ്ലൗസും കവറൊക്കെ ആയിട്ട് വന്ന് രാവിലെ ഒരു 6:30 മണിക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു 10 മിനിറ്റ് പെറുക്കി 10 മിനിറ്റ് ആയ സമയത്ത് റസീന് ഈ ഗ്രൗണ്ടിന് തൊട്ടടുത്തുള്ള റസീൻ കുട്ടി +2 പഠിക്കുന്ന സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയാണ്. അവൻ കണ്ടപ്പോൾ ഞാനും കൂട്ടയും ചോദിച്ചു. അപ്പോൾ സന്തോഷത്തോടെ കൂടി അവനെയും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 1 മണിക്കൂർ സമയം എടുത്ത് ഗ്രൗണ്ടിലെ ഒരുവിധമെല്ലാം പ്ലാസ്റ്റിക്കും അതേപോലെ കുപ്പികളൊക്കെ പെറുക്കി. ഇതൊക്കെ തന്നെയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പുതിയ തലമുറ സാമൂഹിക പ്രതിബദ്ധത മറന്നു പോകുന്ന ഒരു പുതിയ തലമുറക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാകട്ടെ എന്നാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങള് ഗ്രൗണ്ടിൽ നിന്ന് പെറുക്കിയ കുപ്പികൾ ബോട്ടിൽ ഒരു വലിയ കവർ നിറച്ച് ബോട്ടിലുണ്ടായിരുന്നു. അത് ഈ ബോട്ടിലൊക്കെ എടുക്കുന്ന ആളുകൾക്ക് വിളിച്ച് അപ്പം തന്നെ കൊടുത്തു. ഞങ്ങൾക്ക് 50 രൂപ കിട്ടി. ഞങ്ങളതുകൊണ്ട് ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കടയിലേക്ക്. സത്യത്തിൽ വളരെ സന്തോഷം തോന്നി. റസീന് ഇതിന്റെ ഭാഗമായി അവസാനം വരെ കൂടെ നിന്നതിൽ സന്തോഷം.